PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പശ്ചിമഘട്ട മലനിരകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഏതൊരു PSC ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പശ്ചിമഘട്ട മലനിരകളെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കാണാതിരിക്കില്ല. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പശ്ചിമഘട്ട മലനിരകൾ. നമുക്ക് എന്താണെന്ന് നോക്കാം. ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലൂടെ അറബിക്കടലിനു സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. എന്താണ്? ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നിങ്ങനെയും അറിയപ്പെടുന്ന ഈ പർവ്വതനിരകൾ ഇന്ത്യയിലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് പശ്ചിമഘട്ട മലനിരകൾ വ്യാപിച്ചു കിടക്കുന്നത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന സംസ്ഥാനം താഴെ പറയുന്നതിൽ ഏതാണ്? അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകാത്ത സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് എന്നൊക്കെയായിരിക്കും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ മലനിരകൾ കടന്നു പോകുന്ന ഈ 6 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഇന്ത്യയിലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗം ആനമുടി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെകുത്തായ മലനിരയാണ്. ഓക്കെ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമായിട്ടുള്ള ആനമുടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെകുത്തായ മലനിരയായിട്ടാണ് അറിയപ്പെടുന്നത്. ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എന്നറിയപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടതൂർന്ന നിത്യഹരിത വനങ്ങൾ കൊണ്ട് പശ്ചിമഘട്ടം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ജൈവ വൈവിധ്യ പ്രധാനമായ 10 കേന്ദ്രങ്ങളിലൊന്നാണ് പശ്ചിമഘട്ടം. ഇതിന് 1600 കിലോമീറ്റർ ദൈർഘ്യവും 1,60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമാണുള്ളത്. ജൈവ വൈവിധ്യത്തിലെ പ്രാമുഖ്യം സൂചിപ്പിക്കുന്നതിനായി പശ്ചിമഘട്ടം ഉൾപ്പെട്ട ജൈവ മേഖലയ്ക്ക് മഹാവൈവിധ്യ പ്രദേശം എന്ന ബഹുമതി ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ചുരവും പാലക്കാട് ചുരവുമാണ് ഈ പർവ്വത മേഖലയിലെ പ്രധാന വിടവുകൾ. ഏതൊക്കെയാണ്? കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ചുരവും പാലക്കാട് ചുരവുമാണ് ഈ പർവ്വത മേഖലയിലെ പ്രധാന വിടവുകൾ. അത്യപൂർവ സസ്യജന്തു വർഗങ്ങളുടെ ആവാസ മേഖലയാണ് പശ്ചിമഘട്ടം. 9216 അപൂർവ സസ്യവർഗങ്ങളും അതിൽ പുഷ്പിക്കുന്നവ 7402 പുഷ്പിക്കാത്തവ 1814 സസ്തനികൾ 139, 508 തരം പക്ഷിവർഗങ്ങളും 179 തരം ഉഭയജീവികളും 290 തരം ശുദ്ധജല മത്സ്യങ്ങളും ഈ മേഖലയിൽ അധിവസിക്കുന്നു. അനുകൂലമായ താപനിലയും ധാരാളമായുള്ള വർഷപാതവും ഈ വനങ്ങളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നു. 2012 ജൂലൈ 1 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ചേർന്ന ലോക പൈതൃക സമിതിയിൽ ഉണ്ടായ തീരുമാനത്തിൽ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ലോക പൈതൃക പട്ടികയിലുള്ള ഒരു മലനിരയാണ് പശ്ചിമഘട്ട മലനിരകൾ. അടുത്തതായി ഈ മലനിരകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1440 കിലോമീറ്റർ നീളവും ശരാശരി 900 മീറ്റർ ഉയരവുമുള്ള സഹ്യപർവ്വതം അത്യപൂർവ ജൈവ കലവറയായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിൽ ഹിമാലയത്തിന് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ലോകത്തിലെ ഏറ്റവും മുന്തിയ മഴക്കാടുകളിലൊന്ന് എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം, വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള ഇരവികുളം ദേശീയോദ്യാനം, പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം തുടങ്ങിയ ദേശീയോദ്യാനങ്ങളും പശ്ചിമഘട്ടത്തിൽ നിലകൊള്ളുന്നു. 30 to 45 കിലോമീറ്റർ വ്യാസമുള്ള പാലക്കാട് ചുരവും ഗോവയിലും ചെങ്കോട്ടയിലുമുള്ള ഓരോ ചെറിയ വിടവുകൾ ഒഴിച്ചാൽ പശ്ചിമഘട്ടം തുടർച്ചയായ മലനിരയാണ്. നിരവധി നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് അറബിക്കടലിലേക്കും കിഴക്കോട്ട് ബംഗാൾ ഉൾക്കടലിലേക്കുമായി ഒഴുകുന്നു. പടിഞ്ഞാറോട്ടൊഴുകുന്നവ വളരെ വേഗത്തിൽ ഒഴുകുന്നതും കിഴക്കോട്ടൊഴുകുന്നവ സാവധാനം ഒഴുകുന്നവയുമാണ്. നദികളിൽ പലതും ജലവൈദ്യുത പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. വൻ വെള്ളച്ചാട്ടങ്ങളും ഈ നദികളിലുണ്ട്. മഹാരാഷ്ട്ര കർണാടക അതിർത്തിയിലെ ശരാവതി നദിയിലുള്ള ജോഗ് വെള്ളച്ചാട്ടം ഇവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. 253 മീറ്റർ ഉയരവും 4 കൈവഴികളുമുള്ള ഈ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ 11ാമത് ഉയരമുള്ള വെള്ളച്ചാട്ടമാണ്.
ജന്തുവൈവിധ്യത്തിനു പുറമെ ദൃശ്യഭംഗിയുള്ള 1500ഓളം കാട്ടുപൂക്കൾ ലോകം ഇതേവരെ കണ്ടിട്ടില്ലാത്ത തരം ഇവിടെയുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഗോണ്ട്വാന എന്ന മഹാഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്ന കാലത്താണ് പശ്ചിമഘട്ടം രൂപപ്പെട്ടതെന്ന് ഭൗമശാസ്ത്രജ്ഞർ കരുതുന്നു. അതായത് 7 കോടി വർഷമെങ്കിലും പഴക്കം. ഇപ്രദേശത്തിന്റെ അത്യപൂർവമായ ജൈവവൈവിധ്യത്തിന്റെ മുഖ്യ കാരണം ഈ പഴക്കമെന്നാണ് അവരുടെ അഭിപ്രായം. സമുദ്രതീരത്തെ പാറകൾ ഭൗമപ്രവർത്തനങ്ങൾ മൂലം ഉയർന്നാണ് പശ്ചിമഘട്ടം രൂപം കൊണ്ടിരിക്കുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിൽ വളരെ ഉയരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നും കക്കയും മറ്റും കണ്ടെത്തിയിട്ടുള്ളത് ഈ സിദ്ധാന്തത്തെ ബലപ്പെടുത്തുന്നു. വാൽമീകി രാമായണത്തിലും ഭാസന്റെ കൃതികളിലുമെല്ലാം ഇവിടുത്തെ പർവ്വതങ്ങളെ പരാമർശിച്ചിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് അവിടുത്തെ കൃഷിരീതികളെക്കുറിച്ച് നോക്കാം. പ്രാകൃതമായ മാറിമാറിയുള്ള കൃഷിരീതികളല്ലാതെ കാര്യമായ കൃഷികളൊന്നും പശ്ചിമഘട്ട മലനിരകളിലെ ആദിവാസികൾ നടത്തുന്നില്ല. ഈ മലനിരയുടെ തെക്കുഭാഗത്ത് സുഗന്ധദ്രവ്യങ്ങളും കശുവണ്ടിയും തേയിലയും തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. തേക്ക്, ഈട്ടി, ചന്ദനം, ഈറ്റ എന്നിങ്ങനെ വിലപിടിച്ച മരങ്ങൾ പശ്ചിമഘട്ടത്തിലെ വനങ്ങളിലുണ്ട്. തീരദേശത്തിനടുത്ത പ്രദേശങ്ങൾ വളക്കൂറുള്ളതും മഴ നന്നായി ലഭിക്കുന്നതുമാകയാൽ അരിയാണ് പ്രധാന കൃഷി. പശ്ചിമഘട്ടത്തിന്റെ ചെരുവുകളിലെ അത്ര ഫലപുഷ്ടമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണിൽ ചാമ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകൾ തദ്ദേശീയമായ ഉപയോഗത്തിനു മാത്രമേ തികയുകയുള്ളൂ. പാരിസ്ഥിതിക പ്രാധാന്യം. തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന്റെ ഗതി നിയന്ത്രിക്കുന്നത് മൂലം കേരളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കനത്ത മഴ ലഭിക്കുന്നതിന് പശ്ചിമഘട്ടം കാരണമാകുന്നു. ദക്ഷിണേന്ത്യയിലെ മിക്ക നദികളുടെയും വൃഷ്ടിപ്രദേശം പശ്ചിമഘട്ടമാണ്. ഗോദാവരി നദി, കാവേരി നദി, കൃഷ്ണാനദി തുടങ്ങി ദക്ഷിണേന്ത്യയിലെ പ്രധാന നദികളെല്ലാം തന്നെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളും പശ്ചിമഘട്ടത്തിന്റെ സന്തതികളാണ്. ഭാരതത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 6% താഴെ മാത്രം വരുന്ന ഏകദേശം 1,80,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയായ ഇവിടെ ഭാരതത്തിൽ കാണുന്ന പക്ഷി, മത്സ്യ, പക്ഷി സസ്തനി സസ്യവർഗങ്ങളുടെ 30% ഉണ്ട്. ഇന്ത്യയിൽ ആകെയുള്ളതിൽ 1/3 ഭാഗം പുഷ്പിക്കുന്ന ഇനം സസ്യങ്ങൾ പശ്ചിമഘട്ടത്തിൽ കാണുന്നു. ലോകത്തിലാകെയുള്ള സസ്യ ഇനങ്ങളുടെ 1/5 ഇന്ത്യയിലാണുള്ളത് എന്നത് ഇവിടെ സ്മരണീയമാണ്. പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന സസ്യങ്ങളിൽ 37% തദ്ദേശീയ വംശങ്ങളാണ്, അതായത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ആകെ ഉഭയജീവികളിൽ 78%, ഉരഗങ്ങളിൽ 62%, മത്സ്യങ്ങളിൽ 53%, സസ്തനികളിൽ 12%, പക്ഷികളിൽ 4% വീതം തദ്ദേശീയ ജീവികളാണ്. സിംഹവാലൻ കുരങ്ങിനെ പോലെയുള്ളവയാകട്ടെ അത്യപൂർവവും പശ്ചിമഘട്ടത്തിൽ തന്നെ വളരെ ചെറിയ പ്രദേശത്തു മാത്രം കാണുന്നവയുമാണ്. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ പശ്ചിമഘട്ടത്തിനെ ലോകത്തിലെ 18 മഹാവൈവിധ്യ പ്രദേശങ്ങളിൽ ഒന്നായി കണക്കാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് അവിടുത്തെ ജീവജാലങ്ങളെക്കുറിച്ച് നോക്കാം. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ഒരിനമാണ് പറയോന്ത്. പറയോന്ത് എവിടെയാണ്? പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ഒരിനമാണ്. സാലിയ വിഭാഗത്തിൽപ്പെടുന്ന 2 ഇനം ഓന്തുകൾ പശ്ചിമഘട്ടത്തിന്റെ ഉയരം കൂടിയ ഭാഗത്ത് മാത്രം കാണപ്പെടുന്നു. ജീവജാലങ്ങളിലെ തദ്ദേശീയ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തദ്ദേശീയ ഇനങ്ങളെന്ന് പറയുമ്പോൾ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നവയാണ്. അവ പൊതുപരിസ്ഥിതി എന്ന വലിയ ലോകത്തിനുള്ളിൽ അതിജീവനത്തിനായി ചെറിയ തുരുത്തുകളിലായി ഒതുങ്ങിക്കഴിയാനുള്ള പ്രവണതയെ എൻഡമിസം അല്ലെങ്കിൽ തദ്ദേശീയ വർഗമെന്ന് പറയുന്നു. ഈ ജീവജാലങ്ങൾ തനത് രൂപങ്ങളായും അറിയപ്പെടുന്നു. ഒരു പ്രത്യേക ദേശത്ത് മാത്രമാണ് ഇവ കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലെ 250ഓളം വരുന്ന ഓർക്കിഡുകളിൽ 130 എണ്ണം തദ്ദേശീയമാണ്, അതായത് പശ്ചിമഘട്ടത്തിൽ മാത്രമേ അവ കാണപ്പെടുന്നുള്ളൂ. അടുത്ത കാലത്ത് കണ്ടെത്തിയ പന്നിമൂക്കൻ തവളയുൾപ്പെടെ 179 ഉഭയജീവി വംശങ്ങൾ, ഏകദേശം 80% അധികവും തദ്ദേശീയമാണ്. 508 പക്ഷി സ്പീഷീസുകളിൽ 16 എണ്ണം തദ്ദേശീയമാണ്. അടുത്തത് സാമ്പത്തിക പ്രാധാന്യമാണ്. ഇന്ത്യ ആകെ കയറ്റുമതി ചെയ്യുന്ന ഇരുമ്പയിരിൽ 2/3 ഭാഗവും ഖനനം ചെയ്തെടുക്കുന്നത് കർണാടകയിലെയും ഗോവയിലെയും പശ്ചിമഘട്ട ഭാഗങ്ങളിൽ നിന്നാണ്. ഇവ കൂടാതെ വൻതോതിൽ മാംഗനീസ്, ബോക്സൈറ്റ് മുതലായവയും പശ്ചിമഘട്ടത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് ഖനനം ചെയ്യുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലായി 200 അണക്കെട്ടുകളാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിലുള്ളത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആകെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ 60% ഈ അണക്കെട്ടുകളിൽ നിന്നാണ്. കൂടാതെ ആകെ കൃഷിഭൂമിയുടെ 70%-ലധികവും ജലസേചനം നടത്തുന്നതും ഈ നദികൾ ഉപയോഗപ്പെടുത്തിയാണ്.
അനേക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും, എക്സാമ്പിൾ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, തേക്കടി ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ട മലനിരകളിലാണ്, പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നു. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊച്ചി മെട്രോയുടെ അകത്തളങ്ങൾ പശ്ചിമഘട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ കൊണ്ട് ആലേഖനം ചെയ്യുകയുണ്ടായി. ഇനി പശ്ചിമഘട്ടം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യാപകമായ കയ്യേറ്റവും ഖനനവും വനനശീകരണവും ഈ പ്രദേശത്തെ ക്ഷയിപ്പിച്ചു കഴിഞ്ഞു. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം വരെ കന്യാവനങ്ങൾ നിറഞ്ഞിരുന്ന പശ്ചിമഘട്ടത്തിൽ ഇന്ന് കൂടുതൽ ഭാഗവും തോട്ടങ്ങളാണ്. ദേശീയ വനനയ പ്രകാരം പർവ്വത മേഖലകളിൽ 60% വനമായിരിക്കണം. എന്നാൽ പശ്ചിമഘട്ടത്തിൽ ഇന്ന് 40%-ത്തിലും താഴെ വനം മാത്രമേ ഉണ്ടാകൂ. കർണാടകത്തിലെ കുദ്രേമുഖ് ഇരുമ്പുഖനിയുടെ പ്രവർത്തനങ്ങൾ മൂലം തുംഗഭദ്ര നദികളിൽ ചളി നിറഞ്ഞിരുന്നു. ശരാവതി നദിയുടെ മേൽ കെട്ടിയ ലിംഗനമക്കി അണക്കെട്ട് കുറേയേറെ വനങ്ങൾ നശിപ്പിച്ചു. പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ പല ദുരന്തങ്ങളിലും കലാശിച്ചിട്ടുണ്ട്. 1970-കളുടെ അവസാനത്തിൽ ക്യാസനോർ ഫോറസ്റ്റ് ഡിസീസ് എന്ന രോഗം കർണാടകത്തിൽ പടർന്നു. ഹനുമാൻ ലങ്കൂർ, റെഡ് ഫേസ്ഡ് കുരങ്ങ് എന്നിവയുടെ വാസസ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ അവർ തങ്ങളുടെ ശരീരത്തിലെ പട്ടുണ്ണികളിൽ വളരുന്ന വൈറസുകളുമായി വന്നതായിരുന്നു രോഗം പടർന്നതിന് പിന്നിൽ. ഇതേസമയം ഹന്തിഗോഡു സിൻഡ്രോ എന്ന രോഗം 1000-ഓളം ആളുകളെ കൊന്നൊടുക്കി. കാർവാർ, ഉത്തര കന്നഡ ജില്ലകളിലൂടെ ഒഴുകുന്ന കാളി നദിയിൽ ദാന്തേലി പേപ്പർ മില്ലും കോസ്റ്റിക് സോഡ ഫാക്ടറിയും വിഷലിപ്തമാക്കി. തമിഴ്നാട്ടിലെ താമ്രപർണി നദിയിൽ കരയിലുള്ള പേപ്പർ മില്ലുകൾ കാരണം മലിനീകരണം സംഭവിച്ചിട്ടുണ്ട്. കൊടൈക്കനാലിൽ രസം ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ്, കേരള സർക്കാരിന് കീഴിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ, സ്വകാര്യ സംരംഭമായ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് എന്നിവയെപ്പോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ പശ്ചിമഘട്ട വനങ്ങളെ ആശ്രയിച്ചുണ്ടായതാണ്. 2001-ൽ പൂട്ടിപ്പോയ ബിർള ഗ്രൂപ്പിൻ്റെ മാവൂർ ഗ്രാസിം റയോൺസ് ടണ്ണിന് 1 രൂപ കൊടുത്താണ് മുള വാങ്ങിയിരുന്നത്. പശ്ചിമഘട്ടത്തിലെ മുച്ചിക്കുണ്ട് കയ്യേറ്റം, ചതിരൂർമല കയ്യേറ്റം എന്നിവ ഇടതു വലതു ഭേദമില്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ സംഭവിച്ചതാണെന്ന വാദം ഉയർന്നിട്ടുണ്ട്. സൈലന്റ് വാലിയിലും പൂയംകുട്ടിയിലും വനനാശത്തിൽ കലാശിക്കാവുന്ന അണക്കെട്ട് പദ്ധതികളും ഭീഷണിയായി. പുളിങ്ങോം, ഭൂതത്താൻകെട്ട് എന്നിവിടങ്ങളിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതികളും ഉയർന്നു വന്നിരുന്നു. ആണവ നിലയങ്ങളെ അന്നത്തെ EK നായനാർ സർക്കാർ ന്യായീകരിച്ചിരുന്നു. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ തേയിലത്തോട്ടങ്ങളിൽ കീടനാശിനികൾ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഭീഷണിയായി നിൽക്കുന്നു. നെല്ലിയാമ്പതിയിലെ ജൈവസമ്പത്ത് ഏലത്തോട്ടങ്ങളും ചായത്തോട്ടങ്ങളും വന്നതോടെ നാശം നേരിട്ടു. നിലമ്പൂർ കാടുകൾ തേക്ക് തോട്ടങ്ങൾക്കായും യൂക്കാലിത്തോട്ടങ്ങൾക്കായും നശിപ്പിക്കപ്പെട്ടിരുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാധവ് ഗാഡ്ഗിൽ ചെയർമാനായി ഒരു വിദഗ്ധ സമിതിയെ കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം 2010-ൽ ചുമതലപ്പെടുത്തുകയും 2011-ൽ ഈ കമ്മിറ്റി അതിൻ്റെ ശുപാർശകൾ അടങ്ങുന്ന റിപ്പോർട്ട് സമർപ്പിക്കുകയും ഉണ്ടായി. പ്രസ്തുത റിപ്പോർട്ടിലെ ശുപാർശകളെക്കുറിച്ച് വീണ്ടും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഡോക്ടർ കസ്തൂരി രംഗനെ ചുമതലപ്പെടുത്തി. അടുത്തത് പശ്ചിമഘട്ട മലനിരകളുടെ പൈതൃക പദവി നമുക്ക് നോക്കാം. യുനെസ്കോ 2012 ജൂലൈ 1-ന് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ചേർന്ന ലോക പൈതൃക സമിതിയിൽ ഉണ്ടായ തീരുമാനത്തിൽ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ജീവവംശങ്ങളുടെ വൈവിധ്യവും അടിസ്ഥാനവുമാവുന്നതിനാൽ യുനെസ്കോയുടെ നിർദ്ദേശപ്രകാരം പ്രകൃതി സംരക്ഷണ സംഘടനയായ IUCN ആണ് ആദ്യഘട്ട വിലയിരുത്തലുകൾ നടത്തിയതും ഒരു വിദഗ്ധ സംഘത്തെ അയച്ച് കേരളം, തമിഴ്നാട്, ഗോവ, കർണാടകം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയടക്കം പശ്ചിമഘട്ടം കടന്നു പോകുന്ന മേഖലകളിൽ പഠനം നടത്തുകയും ചെയ്തത്. ജന്തു വൈവിധ്യത്തിന് പുറമെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ദൃശ്യഭംഗിയുള്ള 1500-ഓളം കാട്ടുപൂക്കൾ ഇവിടെയുള്ളതായി വിദഗ്ധ സംഘം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സമിതി പശ്ചിമഘട്ടത്തിലെ പഠന വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു റിപ്പോർട്ട് IUCN മുമ്പാകെ സമർപ്പിക്കുകയും അതിനുശേഷം യുനെസ്കോയുടെ കീഴിലെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു. അപ്പം ഈ കമ്മിറ്റിയുടേതാണ് പശ്ചിമഘട്ടത്തിന് ലോക പൈതൃക പദവി നൽകിക്കൊണ്ടുള്ള അന്തിമ തീരുമാനം. പൈതൃക സ്ഥാപനങ്ങളുടെ സംരക്ഷണം യുനെസ്കോയുടെ കീഴിലെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. 2006-ൽ ഇന്ത്യ യുനെസ്കോയുടെ മാബ് എന്ന് പറയുന്നത് മാൻ ആൻഡ് ദ ബയോസ്ഫിയർ എന്ന് പറയുന്നൊരു പദ്ധതിയുടെ ചുരുക്കപ്പേരാണ് മാബ് എന്ന് പറയുന്നത്. അപ്പം മാബ് പദ്ധതി പശ്ചിമഘട്ടത്തിന് വേണ്ടി അപേക്ഷിക്കുകയും അതൊരു ലോക പൈതൃക സ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2012-ൽ താഴെയുള്ള പട്ടികയിലെ സ്ഥലങ്ങളെല്ലാം ലോക പൈതൃക സ്ഥാനങ്ങളായി പ്രഖ്യാപിച്ചു.
ആ സ്ഥലങ്ങളാണ് കലക്കാട് മുണ്ടത്തുറ ടൈഗർ റിസർവ്, ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി, നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, പെരിയാർ ടൈഗർ റിസർവ്, ശ്രീവില്ലിപുത്തൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇരവികുളം നാഷണൽ പാർക്ക്, ഗ്രാസ് ഹിൽസ് നാഷണൽ പാർക്ക്, കരിയൻചോല നാഷണൽ പാർക്ക്, സത്യമംഗലം വൈൽഡ് ലൈഫ് സാങ്ച്വറി, ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ന്യൂ അമരാമ്പലം റിസർവ്ഡ് ഫോറസ്റ്റ്, മുക്കുർത്തി നാഷണൽ പാർക്ക്, പുഷ്പഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, തലക്കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി, കുദ്രേമുഖ് നാഷണൽ പാർക്ക്, സോമേശ്വര വൈൽഡ് ലൈഫ് സാങ്ച്വറി, കാസ് പ്ലാറ്റു, കൊയ്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി, ചന്ദോലി നാഷണൽ പാർക്ക്, രാധാനഗരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, പരമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറി, പാമ്പാടും ചോല നാഷണൽ പാർക്ക്, ആനമുടി ഷോല നാഷണൽ പാർക്ക്, ചിമ്മനി വൈൽഡ് ലൈഫ് സാങ്ച്വറി, പീച്ചി വാഴിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, മത്തിക്കെട്ടൻ ചോല നാഷണൽ പാർക്ക്, കുറിഞ്ഞിമല സാങ്ച്വറി എന്നിവയാണ് ലോക പൈതൃക സ്ഥാനങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ലോക പൈതൃക പട്ടികയിലെ സ്ഥാനമുള്ളത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതിലൂടെ വംശനാശത്തിനെതിരെയുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര സഹകരണങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം. അടുത്തത് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട്. ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിലെ നല്ലൊരു ഭാഗം സ്ഥലവും പരിസ്ഥിതി ലോല മേഖലയാക്കണം. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ഈ മേഖല 37% മാത്രമാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും എതിർപ്പ് ഉയർന്നതോടെ പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിക്കേണ്ട ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ കസ്തൂരി രംഗൻ സമിതിയുടെ നിർദ്ദേശം കേന്ദ്രം അംഗീകരിക്കുകയായിരുന്നു. അടുത്തൊരു പോയിന്റ്, പശ്ചിമഘട്ട പർവ്വതനിരകൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ. പശ്ചിമഘട്ട മലനിരകൾ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലും ഒന്നാണ്. ഗുജറാത്ത് മുതൽ കേരളം വരെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് 1600 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ രൂപീകരണം. പുരാതന ഉത്ഭവം. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സൂപ്പർ ഭൂഖണ്ഡമായ ഗോണ്ട്വാനയുടെ തകർച്ചയിൽ രൂപം കൊണ്ടതാണ്. ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ ഫലകവുമായി കൂട്ടിയിടിച്ചപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ഉയർച്ചയിലേക്ക് നയിച്ചപ്പോൾ പ്ലേറ്റ് ടെക്ടോണിക്സ് പ്രക്രിയയിലൂടെ അവ ഉയർന്നു വന്നു. പ്രധാന പാറകൾ ബസാൾട്ട്, ഗ്നെയ്സ്, ഗ്രാനൈറ്റ് തുടങ്ങിയ വിവിധ തരം ശിലാരൂപങ്ങൾ ഈ പ്രദേശത്തിനുണ്ട്. വടക്കൻ ഭാഗങ്ങളിൽ ബസാൾട്ട് പ്രബലമാണ്. ഇത് ട്രാപ്സ് എന്നറിയപ്പെടുന്ന വിപുലമായ പീഠഭൂമികൾ രൂപപ്പെടുത്തുന്നു. അതേസമയം തെക്കൻ പ്രദേശങ്ങളിൽ നീസും ഗ്രാനൈറ്റും കൂടുതലായി കാണപ്പെടുന്നു. പ്രധാന കൊടുമുടികളും ശ്രേണികളും. ആനമുടി. കേരളത്തിലെ ആനമല മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്ററിലാണ് ഇതിൻ്റെ ഉയരം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. നീലഗിരി കുന്നുകൾ. തമിഴ്നാട്, കേരളം, കർണാടക എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിനും തേയിലത്തോട്ടങ്ങൾക്കും പേരുകേട്ടതാണ് നീലഗിരി കുന്നുകൾ. സഹ്യാദ്രി പർവ്വതനിര എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി വിവിധ ഉപനിരകളും പീഠഭൂമികളും അടങ്ങുന്ന തുടർച്ചയായ പർവ്വതനിരയാണ് സഹ്യാദ്രി പർവ്വതനിര. അടുത്തത് തനതായ സസ്യജാലങ്ങൾ. ഷോലവനങ്ങൾ തനതായ വൃക്ഷ ഇനങ്ങളുള്ള ഉയർന്ന ഉയരത്തിലുള്ള നിത്യഹരിത വനങ്ങളെയാണ് ഷോലവനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് നിത്യഹരിത അല്ലെങ്കിൽ അർദ്ധ നിത്യഹരിത വനങ്ങൾ. അതേതൊക്കെയാണ്? തേക്ക്, റോസ്വുഡ്, ചന്ദനം തുടങ്ങിയ ഇനങ്ങളുടെ ആവാസ കേന്ദ്രമാണ് നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ അർദ്ധ നിത്യഹരിത വനങ്ങൾ എന്നറിയപ്പെടുന്നത്. മൊണ്ടെയിൻ ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുന്നത് ഉയർന്ന ഉയരങ്ങളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ തണുത്തതും കാറ്റുള്ളതുമായ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന പ്രത്യേക സസ്യങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് മൊണ്ടെയിൻ ഗ്രാസ് ലാൻഡ്സ്. സമ്പന്നമായ ജന്തുജാലങ്ങൾ. പശ്ചിമഘട്ടത്തിൽ നിരവധി തദ്ദേശീയ ജീവിവർഗങ്ങൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ നിറഞ്ഞിരിക്കുന്നു. ഐക്കണിക് മൃഗങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. സിംഹവാലൻ മക്കാക്ക് പശ്ചിമഘട്ടത്തിലെ സ്ഥാനികമാണ്. അതിൻ്റെ വ്യതിരിക്തമായ രൂപത്തിന് പേരുകേട്ടതാണ്. മലബാർ ഭീമൻ അണ്ണാൻ. ഇടതൂർന്ന വനങ്ങളിൽ കാണപ്പെടുന്ന വലിയ വർണ്ണാഭമായ അണ്ണാനെയാണ് മലബാർ ഭീമൻ അണ്ണൻ എന്ന് പറയുന്നത്. രാജവെമ്പാല. കാടുകളിലും പുൽമേടുകളിലും വസിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ് രാജവെമ്പാല. ഈ രാജവെമ്പാല ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും പശ്ചിമഘട്ട മലനിരകളിലൊക്കെയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം. ജലസംഭരണ പ്രദേശം.
ദശലക്ഷക്കണക്കിന് ആളുകളെ പിന്തുണയ്ക്കുന്ന ഗോദാവരി, കൃഷ്ണ, കാവേരി, തുംഗഭദ്ര തുടങ്ങിയ നദികളുടെ ജലവിതരണത്തിനും പശ്ചിമഘട്ടം നിർണായകമാണ്. കാലാവസ്ഥാ നിയന്ത്രണം. അറബിക്കടലിൽ നിന്നുള്ള മൺസൂൺ കാറ്റിനെ ഘട്ടങ്ങൾ തടസ്സപ്പെടുത്തുന്നു. ഇത് പ്രദേശത്തിന്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയ്ക്കും കാർഷിക മേഖലയ്ക്കും ആവശ്യമായ കനത്ത മഴ കൊണ്ടുവരുന്നു. കാർബൺ സീക്വസ്ട്രേഷൻ. ഇടതൂർന്ന വനങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് സംഭരിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കാൻ സഹായിക്കുന്നതിനെയാണ് കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിന്റെ സാംസ്കാരിക പൈതൃകം. തദ്ദേശീയ കമ്മ്യൂണിറ്റികൾ, തനതായ സാംസ്കാരിക പാരമ്പര്യങ്ങൾ, ഭാഷകൾ, ജീവിത രീതികൾ എന്നിവയുള്ള നിരവധി തദ്ദേശീയ സമൂഹങ്ങളുടെ ആവാസ കേന്ദ്രമാണ് പശ്ചിമഘട്ടം. പരമ്പരാഗത അറിവ് സംരക്ഷിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. പുണ്യസ്ഥലങ്ങൾ. ഹിന്ദു, ജൈന, ബുദ്ധ സമുദായങ്ങൾ ആദരിക്കുന്ന പുണ്യതോട്ടങ്ങൾ, ക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയാൽ ഈ പ്രദേശം നിറഞ്ഞിരിക്കുന്നു. ശബരിമല. കേരളത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ശബരിമല സ്ഥിതി ചെയ്യുന്നതും ഈ പശ്ചിമഘട്ട മലനിരകളിൽ തന്നെയാണ്. അയ്യപ്പനാണ് ശബരിമലയിലെ പ്രതിഷ്ഠ. ശ്രാവണ ബലഗോള. കർണാടകയിലെ ജൈന തീർത്ഥാടന കേന്ദ്രമായ ഗോമതേശ്വര ഭഗവാന്റെ ഏക ശിലാ പ്രതിമയ്ക്ക് പേര് കേട്ടതാണ് എന്താണ് ശ്രാവണ ബലഗോള എന്ന് പറയുന്നത്. ആദിവാസി കലയും കരകൗശലവും. സങ്കീർണമായ മുളയും ചൂരലും പരമ്പരാഗത തുണിത്തരങ്ങൾ, ഔഷധസസ്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള കലയ്ക്കും കരകൗശലത്തിനും പേര് കേട്ടതാണ് തദ്ദേശീയ സമൂഹങ്ങൾ. ഹിമാലയ പർവ്വതങ്ങളെക്കാൾ പഴക്കമുള്ള പശ്ചിമഘട്ട മലനിരകളുടെ പർവ്വത ശൃംഖല അതുല്യമായ ജൈവ ഭൗതികവും പാരിസ്ഥിതികവുമായ പ്രക്രിയകളോടെ വളരെ പ്രാധാന്യമുള്ള ഭൂപ്രകൃതി സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നു. സൈറ്റിന്റെ ഉയർന്ന പർവ്വതവന പരിസ്ഥിതി വ്യവസ്ഥകൾ ഇന്ത്യൻ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഈ പ്രദേശത്തിന്റെ ഉഷ്ണമേഖലാ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഗ്രഹത്തിലെ മൺസൂൺ സിസ്റ്റത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ഇത് അവതരിപ്പിക്കുന്നത്. സൈറ്റിന് അസാധാരണമായ ഉയർന്ന തലത്തിലുള്ള ജൈവ വൈവിധ്യവും പ്രാദേശികതയുമുണ്ട്. ജൈവ വൈവിധ്യത്തിന്റെ ലോകത്തിലെ 8 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായി ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമധ്യരേഖ പ്രദേശമല്ലാത്ത ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളുടെ ഏറ്റവും മികച്ച പ്രതിനിധികളിൽ ചിലത് ഈ സൈറ്റിലെ വനങ്ങളിൽ ഉൾപ്പെടുന്നു. മാത്രമല്ല ആഗോളതലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന 325 സസ്യജാലങ്ങൾ, ജന്തുക്കൾ, പക്ഷികൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, മത്സ്യങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രവുമാണിത്. 2 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പശ്ചിമഘട്ട മലനിരകൾക്ക് ഈ മഹത്തായ ബഹുമതി നൽകിയിരിക്കുന്നത്. 1. ഭൗമ ശുദ്ധജലം. തീരദേശ സമുദ്ര ആവാസ വ്യവസ്ഥകളുടെയും സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സമൂഹങ്ങളുടെ പരിണാമത്തിലും വികാസത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന സുപ്രധാന പാരിസ്ഥിതിക ജൈവ പ്രക്രിയകളെ പ്രതിനിധീകരിക്കുന്ന മികച്ച ഉദാഹരണങ്ങൾ. 2. ശാസ്ത്രത്തിൻ്റെയോ സംരക്ഷണത്തിൻ്റെയോ വീക്ഷണകോണിൽ നിന്ന് വംശനാശ ഭീഷണി നേരിടുന്ന, സാർവത്രിക മൂല്യമുള്ള വംശനാശ ഭീഷണി നേരിടുന്നവ ഉൾപ്പെടെ ജൈവ വൈവിധ്യത്തിൻ്റെ ഇൻസിറ്റുവിലുള്ള സംരക്ഷണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുക. യുനെസ്കോ മഹാരാഷ്ട്രയിൽ നിന്നുള്ള 4 സ്ഥലങ്ങളെ ലോക പൈതൃക സൈറ്റുകളായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള 35 എണ്ണവും. ഇവയാണ് ആ 4 സ്ഥലങ്ങൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. കാസ് പീഠഭൂമി പ്രോപ്പർട്ടി. 2. കൊയ്ന വന്യജീവി സങ്കേതം. 3. ചന്ദോലി നാഷണൽ പാർക്ക് പ്രോപ്പർട്ടി. 4. രാധാനഗരി വന്യജീവി സങ്കേതം പ്രോപ്പർട്ടി. ഈ 4 സ്ഥലങ്ങളാണ് യുനെസ്കോ മഹാരാഷ്ട്രയിൽ നിന്നും ലോക പൈതൃക സൈറ്റുകളായി പട്ടികപ്പെടുത്തിയിട്ടുള്ള 4 സൈറ്റുകൾ. ഈ പേരുകൾ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അത്യാഗ്രഹികളായ ഖനന മാഫിയയിൽ നിന്നും വൻകിട നിർമ്മാതാക്കളിൽ നിന്നും ചൂഷണം ചെയ്യുന്നവരിൽ നിന്നും ഈ സ്ഥലങ്ങളുടെയും പരിസര പ്രദേശങ്ങളുടെയും പരിസ്ഥിതിയും നിലനിർത്തുന്നതിന് വലിയ ഉത്തേജനം നൽകും. കാസ് പീഠഭൂമി ഉൾപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ പ്രകൃതി വിസ്മയം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ്. പശ്ചിമഘട്ട പർവ്വതങ്ങളെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പട്ടികയിൽ ആലേഖനം ചെയ്ത സ്ഥലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ 6 വർഷത്തെ ക്യാമ്പയിൻ്റെ വിജയകരമായ പരിസമാപ്തിയാണിത്. 2006 മുതൽ ഇന്ത്യ ഈ ലിഖിതത്തിനായുള്ള പ്രചാരണം നടത്തുകയും കേരളം, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടത്തിലെ 39 സ്ഥലങ്ങൾ 2010 പാരീസിലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്ററിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള ഒരു ഡോസിയർ സമർപ്പിച്ചിരുന്നു.
യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷന്റെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പശ്ചിമഘട്ട സൈറ്റുകൾക്കുള്ള ഇന്ത്യയുടെ നാമനിർദ്ദേശം ആദ്യം അവലോകനം ചെയ്തത് IUCN വിദഗ്ധരും തുടർന്ന് IUCN ടെക്നിക്കൽ ഇവാലുവേഷൻ മിഷനും ഫീൽഡ് മൂല്യനിർണ്ണയത്തിനായി ഇന്ത്യ സന്ദർശിച്ചു. ഫീൽഡ് മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമഘട്ടത്തെ പരിഗണിക്കുന്നത് മാറ്റിവയ്ക്കാൻ IUCN ലോക പൈതൃക സമിതിയോട് ശുപാർശ ചെയ്തു. പശ്ചിമഘട്ടത്തെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നിർദ്ദേശത്തിന്റെ ഗുണങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഇന്ത്യൻ സംഘം 21 രാജ്യങ്ങളുടെ ലോക പൈതൃക സമിതിയിലെ അംഗങ്ങളെ കാണുകയും യോജിച്ച ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. റഷ്യൻ പ്രതിനിധി സംഘമാണ് IUCN നിർദ്ദേശമായ ഡിഫറൽ എന്നതിനെതിരെ ഒരു ഭേദഗതി നിർദ്ദേശിക്കുകയും ഇൻസ്ക്രിപ്ഷൻ എന്ന വാക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്തത്. ഇന്ത്യൻ പ്രതിനിധികൾ പൂർണ്ണ ക്രെഡിറ്റ് അർഹിക്കുന്നു എന്നതിനാൽ സംശയമില്ല. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോഴും തീരുമാനമായിട്ടില്ലാത്തപ്പോൾ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തിന്റെ ഈ ലിഖിതത്തിന് പ്രാധാന്യമുണ്ട്. പശ്ചിമഘട്ടത്തെ പാരിസ്ഥിതിക ലോല മേഖലകളായി വിഭജിക്കാനും എല്ലാ വാണിജ്യ പ്രവർത്തനങ്ങളും നിർണായക മേഖലകളിൽ നിന്ന് നിരോധിക്കാനുമുള്ള കമ്മിറ്റിയുടെ നിർദ്ദേശത്തിന് ഇത് വ്യക്തമായ ഉത്തേജനം നൽകുന്നു. അപ്പോൾ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.